ദേവാനാം ച ഹൃഷീനാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണമാമ്യഹം. അഹം പ്രണമാമി, ഞാൻ നമസ്കരിക്കുന്നു ആ ഗുരുവിനെ. ബുദ്ധിഭൂതം, ബുദ്ധിക്ക് കാരണഭൂതനായ, ത്രിലോകേശം, മൂന്ന് ലോകങ്ങളുടെയും ഈശ്വരനായ ആ സാക്ഷാൽ ബൃഹസ്പതിയെ, ദേവ ആചാര്യനായ വ്യാഴത്തിനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ഒരു വർഷമായി മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. വളരെയധികം പ്രതീക്ഷാ നിർഭരമായ ഒരു മാറ്റമായിരിക്കും ഈ ഒരു വർഷക്കാലം വ്യാഴത്തിൻ്റെ. കാരണം എന്താണ്? വ്യാഴം തൻ്റെ ശത്രുക്ഷേത്രത്തിൽ നിന്നും തന്നെ പരമോച്ചമായ കർക്കിടകൻ രാശിയിലേക്ക് വരികയാണ്. അത് വളരെയധികം മാറ്റങ്ങൾ ലോകത്തിന് തന്നെ ഉണ്ടാകും. കാരണം വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ്. വ്യാഴം അതിനാൽ ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ എപ്പോഴും പൂർണ്ണതയിലെത്തിക്കുവാനും അല്ലെങ്കിൽ നശിപ്പിക്കുവാനും അതിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കാനും വ്യാഴത്തിന് കഴിയും. ആ ഒരു ക്ലേശങ്ങളൊക്കെ കഴിഞ്ഞ് തൻ്റെ ഉച്ചരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ ഈ വ്യാഴം വളരെ അനുകൂലമായ ഒരു സ്ഥിതി ലോകത്തിൻ്റെ സാമ്പത്തിക ഘടനയിൽ തന്നെ ഉണ്ടാകും, ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം കർക്കിടകമാണ്. കർക്കിടകം 5 വ്യാഴത്തിന് അത്യുച്ചവും മകരം 5 അതിനീചവുമാകുന്നു. ഇവിടെ കർക്കിടകം ഒരു പ്രത്യേകത, കർക്കിടകം ഒരു ജലരാശിയാണ്. ജലാശയ നിർമ്മാണശീല, വെള്ളവുമായിട്ട് ബന്ധപ്പെടുന്ന, ജലവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഓയിൽ, തൈലം ഇതുമായി ബന്ധപ്പെടുന്ന ദ്രാവക രൂപത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഗമനാഗമം, യാത്ര, സഞ്ചാരം, അതിൻ്റെ ക്രയവിക്രയം ഇതൊക്കെ കർക്കിടക രാശി കൊണ്ടാണ് ചിന്തിക്കുക. അതിനാൽ ലോകത്തിലുള്ള ഇന്നത്തെ ഈ ഇന്ധന പ്രതിസന്ധി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രയാസങ്ങളെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ ഈ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ ഒരു സംയമനത്തിലൂടെ മാറി നല്ല ഒരു പദത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർവേശ്വരാണം ധിഷണേസ്തി നിത്യം സാന്നിധ്യം അസ്മാത് ധിഷണേനുകൂലേ പ്രായോനുകൂല സകലാസ്യ ദേവാഹ തത് പ്രാതികൂല്യ സതി നാനുകൂലാഹ. വ്യാഴം വിശ്വസ്തനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളുടെയും അനുഗ്രഹം ആ വ്യക്തിക്ക് ലഭിക്കും. അനിഷ്ടസ്ഥനാണെങ്കിൽ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുകയില്ല. അത്രത്തോളം ശക്തമാണ് വ്യാഴം. ഒരു കുട്ടിയെ അച്ഛനും അമ്മയും കാട്ടിൽ ഉപേക്ഷിച്ചാൽ പോലും അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ദീർഘായുസായിട്ട് ജീവിതത്തിലേക്ക് വരുമെന്ന് പറയുന്നു. ദൃഷ്ടേ അമരരാജമന്ത്രിണ ദീർഘായുഹു സുഖഭാഗ്യ സസ്മൃത. അമരരാജമന്ത്രിണ, ദേവന്മാരുടെ മന്ത്രിയായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അത്രത്തോളം വ്യാഴത്തിൻ്റെ പ്രാധാന്യം ജ്യോതിശാസ്ത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. ധീജിത് പുത്ര അംഗസൗഖ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങളാണ്. ധീ ബുദ്ധി, ചിത്ത് മനസ്സ്, പുത്ര അംഗസൗഖ്യങ്ങൾ, സന്താന ശ്രേയസ്, ശാരീരികമായ സുഖങ്ങളെല്ലാം തന്നെ. അതിനുമപ്പുറത്ത് ഞാൻ പറഞ്ഞു വ്യാഴം സമ്പത്തിൻ്റെ കാരകനാണ്. സമ്പത്തിനെ നിയന്ത്രിക്കുന്നു വ്യാഴം. അതിനാൽ സാമ്പത്തിക രംഗത്ത് ഈ കർക്കിടക മാസത്തിൽ വ്യാഴം വരുന്ന സമയം മുതൽ വരുന്ന ഒരു വർഷക്കാലം വളരെ അനുകൂലമായിരിക്കും. വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് ഒരു വർഷമാണ്. ഒരു വർഷം പൂർണ്ണമായും വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നു. ഏറ്റവും അധികം നിൽക്കുന്നത് ശനിയാണ് 2.5 വർഷം, പിന്നെ രാഹു കേതുക്കൾ 1.5 വർഷം, പിന്നെ വ്യാഴം 1 വർഷം പൂർണ്ണമായും. എപ്പോഴാണ് വ്യാഴം കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നത്? എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. വ്യാഴം 1201 ഇടവ മാസം 18-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 2-ാം തീയതിയാണ് കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നത്. അവിടുന്ന് ഒരു വർഷക്കാലം, അതിനിടയിൽ വ്യാഴത്തിന് ആദിത്യനോട് വളരെ അടുക്കുമ്പോൾ മൗഢ്യമുണ്ടാകാം. അപ്രകാരം തന്നെ വ്യാഴം വക്രിയായിട്ട് സഞ്ചരിക്കാം, അതിചാരത്തിൽ സഞ്ചരിക്കാം. എങ്കിലും ഈ ഒരു വർഷക്കാലം ലോകം സുരക്ഷിതമായിരിക്കും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമായി വരിക? മേടം രാശിക്കാർക്ക് മിശ്രഫലത്തെ പ്രദാനം ചെയ്യും. ഇടവൻ രാശിക്കാർക്ക് വ്യാഴം അത്ര ശുഭമല്ല, 3-ാം ഭാവത്തിലാണ്. അത് അഷ്ടമാധിപത്യ ദോഷവുമുണ്ട്. ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കണം. മിഥുന രാശിക്കാർക്ക് വ്യാഴം അങ്ങേയറ്റം അതിശക്തമായി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. കർക്കിടകൻ രാശിക്കാർക്ക് ജന്മവ്യാഴമാണ്, ഭാഗ്യാധിപനാണ്. സമ്മിശ്ര ഫലം ഉണ്ടാകാം. പലപ്പോഴും ജന്മവ്യാഴം അത്ര ഗുണമല്ല. എങ്കിലും കഴിഞ്ഞ ഒരു വർഷം വ്യാഴം 12-ാം ഭാവത്തിലായിരുന്നു, വളരെ ദുർബലമായിരുന്നു. പലപ്പോഴും ജന്മവ്യാഴത്തിൽ അതിനേക്കാളും കുറച്ച് നന്മകളൊക്കെ ആകാം. അത് വിശദമായി ഓരോ രാശിക്കാരുടെ ഫലം നാം ചർച്ച ചെയ്യുന്നതാണ്. ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം ദുർബലമാണ്, 12-ലാണ്. കന്നി രാശിക്കാർക്ക് വ്യാഴം ഏറ്റവും നല്ലതാണ്, 11-ലാണ്.
തുലാം രാശിക്കാർക്കും വ്യാഴം 10ാം ഭാവത്തിൽ നിൽക്കുന്നു, നല്ലതാണ്. മാനസിക പ്രയാസങ്ങളില്ലാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. വൃശ്ചികൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമാണ്. ധനുരാശിക്കാർക്ക് വ്യാഴം ദുർബലമായി 8ാം ഭാവത്തിൽ നിൽക്കുന്നു, അത്ര ഗുണമല്ല. മകരൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. കുംഭൻ രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് അത്ര ഗുണമല്ല, 6ാം ഭാവത്തിലാണ്. മീനൻ രാശിക്കാർക്കും വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും, 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ പ്രത്യേകിച്ച് ഈ 12 രാശിക്കാരിലും മിഥുനൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. കന്നി രാശിക്കാർക്ക് വളരെ ഗുണമാണ്. തുലാം രാശിക്കാർക്കും ഗുണമാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. മകരൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. മീനൻ രാശിക്കാർക്കും വളരെ ഗുണമാണ്. ഇനി നമുക്ക് സവിസ്തരം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ, ഈ വ്യാഴത്തിൻ്റെ മാറ്റം എപ്രകാരം പരിവർത്തനത്തെ പ്രദാനം ചെയ്യുന്നെന്ന് ചർച്ച ചെയ്യാം. ഏവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് 2 ഭാവങ്ങളുടെ ആധിപത്യമാണ്. ഒന്ന് അഷ്ടമാധിപത്യമാണ്, 8ാം ഭാവാധിപനാണ്. മറ്റൊന്ന് ലാഭാധിപനാണ്, 11ാം ഭാവാധിപനാണ്. ഇവിടെ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്ന ഭാവം 3ാം ഭാവത്തിലാണ്. 3ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ അത്ര നല്ല ഫലത്തെ ചെയ്യില്ല. ബുധൻ നിന്നാൽ പ്രബലഹ എന്നാൽ ഫലം പറഞ്ഞിരിക്കും, പ്രബലനാകും. പാപഗ്രഹങ്ങൾ 3ാം ഭാവത്തിൽ വളരെ നന്മകൾ പ്രദാനം ചെയ്യും. പക്ഷേ ശുഭഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും 3ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. കൃപണഹ എന്നാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. കൃപണഹ നല്ലൊരു ഫലമല്ല 3ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴെന്ന് മനസ്സിലാക്കുക. ഭവേദസ്യ ദുസ്സിൽക്കോ ദേവമന്ത്രി ലഘൂനാൻ ലഘീയാൻ സുഖസോദരാണ്. 3ാം ഭാവത്തിൽ ദേവമന്ത്രിയായ വ്യാഴം നിൽക്കുമ്പോൾ ലഘൂനാം ലഘീയാൻ, തൻ്റെ പല പ്രവർത്തനങ്ങൾ കാരണം തനിക്ക് ലഘുക്കളിൽ ലഘുക്കളാകും തൻ്റെ സ്ഥാനം എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും താൻ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും തനിക്ക് തിരിച്ചടികളുണ്ടാവുക, തൻ്റെ സമാജത്തിലുള്ള തൻ്റെ വില കുറഞ്ഞു പോവുക. ഇടവൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അനാവശ്യമായ കാര്യത്തിലൊക്കെ ഇടപെട്ട് തനിക്ക് പേരുദോഷമുണ്ടാവുക, തനിക്ക് സമൂഹത്തിലുണ്ടാവുന്ന ആ പ്രശസ്തി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളൊക്കെ നിസ്സാരമായ കാര്യങ്ങൾ കാരണം, തൻ്റെ ചില സ്വഭാവങ്ങൾ കാരണം നഷ്ടപ്പെടുക എന്നൊരവസ്ഥ സംജാതമാകും. വളരെ ശ്രദ്ധിക്കണം. സുഖസോദരാണ്, സഹോദരങ്ങൾക്ക് വളരെയധികം സുഖത്തെ പ്രദാനം ചെയ്യും. ഇവിടെ 11ാം ഭാവാധിപനായ ഗ്രഹമാണ് 3ാം ഭാവത്തിൽ നിൽക്കുന്നത്. സഹോദരങ്ങൾക്ക് ലാഭമുണ്ടാക്കുക, സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവർക്ക് വേണ്ട നന്മകളൊക്കെ ചെയ്ത് അവരുടെ വിഷയത്തിലൊക്കെ നന്മകൾ പ്രദാനം ചെയ്യാൻ ഈ വ്യാഴം വളരെയധികം സഹായിക്കുന്നതാണ്. 3ാം ഭാവത്തിൽ ആ വ്യാഴം നിൽക്കുമ്പോൾ അത് എവിടത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു? ഇടവൻ രാശിക്കാർക്ക് 9ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതിനാൽ സഹോദരങ്ങളുടെ പല തീരുമാനങ്ങളും, അവരുടെ സന്താന വിഷയത്തിലുള്ള വിവാഹങ്ങൾ പോലും അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾക്കൊക്കെ അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ അവരുടെ വിഷയത്തിൽ വളരെ സജീവമായി ഏർപ്പെട്ട് അവർക്ക് നന്മകൾ ചെയ്യാൻ ഈ വ്യാഴം വളരെയധികം സഹായത്തെ പ്രദാനം ചെയ്യുന്നതാണ്. കൃതജ്ഞോ ഭവേൽ മിത്രസാർത്ഥ്യത മൈത്രി, തൻ്റെ സുഹൃത്തുക്കളോട് വേണ്ടത്ര സൗഹൃദം പുലർത്താൻ കഴിയില്ല. കൃതജ്ഞ, തനിക്ക് ഉപകാരം ചെയ്തവരോടെല്ലാം തന്നെ തനിക്ക് ഉപകാര സ്മരണ പുലർത്തുവാൻ കഴിയാത്തൊരവസ്ഥ വരും. കൃതം ഹന്തി ഇതി കൃതജ്ഞ, ചെയ്ത ഉപകാരം വിസ്മരിച്ചു പോകും 3ൽ വ്യാഴം നിൽക്കുമ്പോൾ എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ നന്ദികെട്ടവൻ എന്ന പേരൊക്കെ കേൾക്കേണ്ടി വരും ഇടവൻ രാശിക്കാർക്ക്. ലലാടോദയെ പ്യർത്ഥ ലാഭമെന്ന തദ്വത്, നെറ്റിത്തടത്തിന് നേരെ പലതും വന്നാലും അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാകും. അതിനാൽ ഈ വ്യാഴത്തെ ജാഗ്രത പാലിക്കണം, കരുതിയിരിക്കണം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നിർബന്ധമായും തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. തീർത്ഥാടനത്തിലൂടെ മാനസികമായ ഒരു സുഖം, സ്വസ്ഥത എല്ലാം ലഭിക്കുവാനുള്ള ഒരു ഉപാധിയായി ഈ ഒരു വർഷകാലത്തെ കാണണം ആര്? ഇടവം രാശിക്കാർ. 3ാം ഭാവത്തിൽ ശുഭഗ്രഹമാണ്. ഇവിടെ 3ാം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു, സഹോദരങ്ങളും സഹായികളെ കൊണ്ട് നല്ല ഗുണങ്ങളുണ്ടാകും. 9ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതുകൊണ്ട് നന്നായി തീർത്ഥാടനത്തെ ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങും. എല്ലാ ഇടവൻ രാശിക്കാരും പ്രാർത്ഥനയിലൂടെ ഈ വ്യാഴത്തിൻ്റെ ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക. നന്ദി, നമസ്തേ.